കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം എൻ്റെ 1-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. 20 മുതൽ അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ ഉന്നയിക്കപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്തെ വെളിപ്പെട്ടവനും ആകുന്നു. ഹല്ലേലൂയ. ഈ വാക്യത്തിൻ്റെ ഘടന നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവൻ ലോകസ്ഥാപനത്തിന് മുന്നറിയിക്കപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. മുന്നറിയിക്കപ്പെട്ടവൻ ലേഖനം പഠിക്കുമ്പോൾ അവൻ നമ്മെ മുൻനിയമിച്ചു. ദൈവം മുന്നമേ നിയമിച്ചിരിക്കുക. ഈ ലോകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ പാപത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കി. എല്ലാം മുൻനിയമനമായിട്ട് ചെയ്തു. ആ ദൈവത്തിൻ്റെ മഹത്തരമായ പ്രവൃത്തികളെ നമ്മൾ കാണണം. എല്ലാ കാര്യങ്ങളും മുന്നമേ നിയമിച്ചു. അതാത് സമയങ്ങൾ വന്നപ്പോൾ അതെല്ലാം കർത്താവ് ഭംഗിയായിട്ട് ചെയ്തു. അവൻ സകലതും നന്നായി ചെയ്യുന്നു എന്ന് വചനത്തിലിരിക്കുന്ന പോലെ. അപ്പോൾ ലോകസ്ഥാപനം മുൻപേ മുന്നറിയിക്കപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. ലോകസ്ഥാപനം മുതൽ കർത്താവ് എന്ത് ചെയ്തു? മുൻനിയമിക്കപ്പെട്ടവനായി മാറി. അന്ത്യകാലത്ത് അത് വെളിപ്പെട്ടു. ഈ ഭൂമിയിൽ കർത്താവ് വെളിപ്പെട്ടു. വെളിച്ചമായി വന്നു, സത്യമായി വന്നു, നീതിയായി വന്നു, തൻ്റെ പ്രവൃത്തികൾ ചെയ്തു. നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുത്തു. ആദാമ്യ പാപനിമിത്തം തകർന്ന് തരിപ്പണമായ മാനവജാതിയെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ അവർക്ക് എന്ത് കിട്ടുന്നു? ദൈവരാജ്യ പ്രവേശനം, സ്വർഗരാജ്യ പ്രവേശനം. വിശ്വാസത്താൽ നീതീകരണം. നീതീകരണം പ്രാപിച്ചവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ഹിതം. ഇനി അടുത്ത വാക്യത്തിലേക്ക് ഞാൻ വരുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ച് കൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. കർത്താവിൽ നമ്മൾ വിശ്വസിക്കേണ്ടതിൻ്റെ കാരണം എന്താ? ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ. മരിച്ച റോമൻ ചക്രവർത്തിമാരുടെ ഇമ്പീരിയൻ മുദ്രകളെയും തകർത്തുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു ജനിച്ചത് കൊണ്ട് വലിയ കാര്യമില്ല. യേശുക്രിസ്തു മരിച്ചത് കൊണ്ടും കാര്യങ്ങൾ പൂർണ്ണ സമാപ്തിയിലേക്ക് വരുന്നില്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതാണ് അപ്പോസ്തലന്മാർ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മളെയും ഉയർപ്പിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ എന്നുള്ളത് വളരെ വലുതാണ് ദൈവമക്കളെ. ഇത് പലർക്കും അറിയാതിരിക്കുക. അതറിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന പ്രത്യാശ ഇല്ലാത്തതുകൊണ്ടായി അറിയാതിരിക്കുന്നത്. പ്രത്യാശയുള്ള ദൈവമക്കൾ ഭൂമിയിൽ കുറവാണ്. സ്വത്തുള്ളവരുണ്ട്, സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരുണ്ട്, പേരും പ്രശസ്തിയുള്ളവരുണ്ട്, കുടുംബത്തിൽ പിറന്നവരുണ്ട്, ദൈവമക്കളാണെന്ന് അഭിനയിച്ച് നടക്കുന്നവരുണ്ട്, ആക്ട് ചെയ്ത് നടക്കുന്നവരുണ്ട്. രണ്ടൊന്നാണല്ലോ. സങ്കല്പലോകത്ത്, സ്വപ്നലോകത്ത് ജീവിക്കുന്നവരുണ്ട്. നമ്മളങ്ങനെയല്ല. യേശുക്രിസ്തു നമ്മളെന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ള വിശ്വാസം കർത്താവിൻ്റെ ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. നമുക്ക് ആ വിശ്വാസം ഉണ്ടോ പ്രിയമുള്ളവരെ? ഞാൻ ആ വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ
14-ാമത്തെ വാക്യം. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും എന്ത് ചെയ്യും? ഉയർപ്പിക്കും. തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. റോമർ 8:11 വായിച്ച്. ഹല്ലേലൂയ. ഇവിടെ കൊരിന്ത്യലേഖനം 6:14 പറയുന്നു, എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചതിന്റെ ആത്മാവ് റോമർ 8:11 നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഉയർപ്പ് എനിക്കുണ്ട്, ഒരു രൂപാന്തര ശരീരം എനിക്കുണ്ട്, 1000 ആണ്ട് വാഴ്ച എനിക്കുണ്ട്, പുതിയ ആകാശം പുതിയ ഭൂമിയിൽ എനിക്കൊരു അവകാശമുണ്ട്. ഇതില്ലാത്ത എന്നെ വിശ്വാസികളാ വേദം പൊത്തും പൊക്കി എടുത്തുകൊണ്ടൊക്കെ. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, വിശ്വാസികളെ, ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇതുണ്ടോ? 1 കൊരിന്ത്യർ 15-19 വാക്യം വായിച്ചു. 1 കൊരിന്ത്യർ 15:19 പടേന്ന് വായിക്കണം, സമയം കളയരുത്. 1 കൊരിന്ത്യർ 15:19 അവിടെ എന്താ പൗലോസ് പറയുന്നത്? നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ അപ്പൊ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അതെന്താ അങ്ങനെ പറയുന്നത്? ഈ ആയുസ്സിൽ പ്രത്യാശ വെക്കാന്ന് പറഞ്ഞാൽ 70-80 സംവത്സരം ഈ ലോകത്ത് ജീവിക്കാൻ ദൈവം നമുക്ക് തരുന്ന ഈ സംവത്സരങ്ങളിൽ ഈ ജഡശരീരത്തിൽ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ മാത്രം കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. ഈ ഭൂമി ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് രോഗശാന്തി പ്രാപിക്കുക, വിസ മേടിക്കുക, കാറ് മേടിക്കുക, വീട് മേടിക്കുക, ഭൗതിക അനുഗ്രഹങ്ങൾ നേടുക. മരണാനന്തര ജീവിതത്തിനപ്പുറം യാതൊരു പ്രത്യാശയും ദൈവമക്കൾക്കില്ലാത്തൊരു കാലഘട്ടമായി ഇത് മാറി. ഹല്ലേലൂയ. മനസ്സിലായോ? ഈ ബാംഗ്ലൂർ പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാരെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ ലോകത്തിലെ കാര്യങ്ങളാണ്. അവർ ആകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. ലൗകികമായവർ അവരുടെ വാക്കുകൾ കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. ഇതാണ് വിഷയം. അവിടെ കൂടിയിരിക്കുന്നവർ ലൗകികന്മാരാ, ലോകപ്രകാരം ജീവിക്കുന്നവരാ. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങൾ ഈ ലോകത്തിൽ വലിയൊരു അഭിഷേകം തന്ന്, ഈ ലോകത്തിൽ നമുക്ക് കാറ്, വീട്, ഈ ലോകത്തിൽ ഭൗതികം, റിയൽ എസ്റ്റേറ്റ്, ഈ ലോകത്തിൽ സ്വത്രം വലിയ വലിയ സമ്പത്തിൻ്റെ പെരുമഴ, ഇതൊക്കെ നമുക്ക് ലോകത്തിൽ. ഇപ്പം ആദ്യത്തെ വായിച്ചു 1 കൊരിന്ത്യർ 5:15 എന്താ? ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിക്കുന്നവരാ. അവർക്ക് മരണാനന്തര ജീവിതത്തിൽ ക്രിസ്തുവിനോടൊപ്പം പങ്കില്ല. അവരുടെ കൂടെ പോയാൽ നമുക്കും പങ്കില്ല. നമ്മളങ്ങനെയല്ല. ഈ ആയുസ്സിൽ നമ്മൾ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിച്ചാലും നമ്മുടെ പ്രത്യാശ കർത്താവ് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അവന് തേജസ് കൊടുത്തിരിക്കുന്നു. ആ തേജസ് നമുക്കും കിട്ടും. വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നുണ്ടെന്നു. ആ തേജസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ കഷ്ടതകൾ എന്തായി കാണാൻ പറ്റും? സാരമില്ല എന്ന് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഈ സഹോദരങ്ങൾ ഈ ലോകത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. വീട്, കാറ്, ലോറി, ഭൗതികം, റിയൽ എസ്റ്റേറ്റ്, പിന്നെ ഈ ലോകത്തിലെ ബിസിനസ്. എനിക്കറിയാം, ഇവിടെ ഞങ്ങളുടെ പട്ടണത്തിലുള്ളൊരു പാസ്റ്ററുണ്ട്. ബിസിനസ് ചെയ്യുന്നവരെ സെപ്പറേറ്റ് ആയിട്ട് തിരഞ്ഞെടുത്ത് നിർത്തി അവർക്ക് ചില ക്ലാസ് കൊടുക്കുന്നു. അവരുടെ എല്ലാം തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ബിസിനസ്സിൽ അനുഗ്രഹിക്കണമേ, ഇവർക്ക് നല്ലൊരു ടേൺ ഓവർ കൊടുക്കണമേ, ഇവർക്ക് അങ്ങനെ ചെയ്യണം, ഭൗതികം വർദ്ധിപ്പിക്കണമേ, ഇവർ ഇന്നുള്ളതിനേക്കാൾ 100 ഇരട്ടി ശക്തിയോടെ ബിസിനസ് ചെയ്യാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കണമേ.
എന്നാൽ ഇവർ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ ദൈവം ഇടയാക്കണമെന്നൊരു വാക്കുപോലും ഈ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കാന്മാരും പറയത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. ഞാൻ അത് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്. അവരുടെ മക്കളെ അനുഗ്രഹിക്കുന്നു, വിദേശ ജോലികൾ കിട്ടാൻ, വലിയ വലിയ ശമ്പളങ്ങൾ കിട്ടാൻ, ഈ ചെയ്യുന്ന ബിസിനസ് 10 ഇരട്ടി ശക്തിയോടെ ചെയ്യാൻ. കാരണം ഇവർക്ക് ഭൗതികം തടയും. ഓട്ടോറിക്ഷ ഓടിക്കുന്നവൻ സഭയിൽ വന്നാൽ എന്ത് കിട്ടും? തുച്ഛമായ കാശ് കിട്ടുള്ളൂ. ഒരു വലിയ ബിസിനസ് 10-100 പേരെ വെച്ച് നടത്തുന്നവൻ ഒരു മാസം ലക്ഷക്കണക്കിന് രൂപ ആദായം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഓഹരി പാസ്റ്ററിൻ്റെ പോക്കറ്റിലേക്ക് വരിക, ബാങ്കിലേക്ക് വരിക. ഇപ്പം പിന്നെ പോക്കറ്റിൽ നിന്ന് ഇട്ട് കൊടുക്കത്തില്ല. ഗൂഗിൾ ഒന്ന് കുത്തിയാൽ മതി, പാസ്റ്ററിൻ്റെ ബാങ്കിൽ വന്നു കഴിഞ്ഞു. അപ്പം അതിനു വേണ്ടിയുള്ള പ്രസംഗങ്ങളാ, അതിനു വേണ്ടിയാണ് ജനത്തെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നുണ്ട്, ഇവർ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, ഇവർ പ്രാർത്ഥിക്കുമ്പോൾ അടയാളങ്ങൾ നടക്കുന്നുണ്ട്, ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ജോലി കിട്ടാതെ ജോലി കിട്ടുന്നുണ്ട്, പ്രൊമോഷൻ കിട്ടാതെ പ്രൊമോഷൻ കിട്ടുന്നുണ്ട്, ഭൗതിക നേട്ടങ്ങൾ ഇവർ കൊയ്തെടുക്കുന്നുണ്ട്. ഇവരാരാണെന്ന് ഞാൻ പറയട്ടെ, ഞെട്ടിപ്പോല്ലേ? ഇന്നേരെ പകൽക്കാലം കർത്താവിനോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ കള്ളപ്രവാചകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞൊരു വചനഭാഗം എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തന്നു. മത്തായി 7-ാം അധ്യായം എടുത്ത് അടുപ്പെട്ടത്. മത്തായി 7-ാം അധ്യായം എടുത്ത് അതിൻ്റെ സ്വത്രം 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 കർത്താവേ കർത്താവേ 22 ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അറിയുന്നില്ലെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞിട്ടില്ല. നീ പ്രാർത്ഥിച്ചപ്പോൾ രോഗി സൗഖ്യമായതും, നീ പ്രാർത്ഥിച്ചപ്പോൾ ഭൂതങ്ങൾ പോയതും, നീ പ്രാർത്ഥിച്ചപ്പോൾ കമ്പനിയുടെ ഭൗതികം വർദ്ധിച്ചതും, നീ പ്രാർത്ഥിച്ചപ്പോൾ കമ്പനി 10 ഇരട്ടി ഭൗതികത്തിലേക്ക് കമ്പനി ഉയർച്ച പ്രാപിച്ചതും, നീ പ്രാർത്ഥിച്ചപ്പോൾ വിസ കിട്ടിയതും, എമിഗ്രേഷൻ ക്ലിയറായതും, ജോലി സ്ഥിരപ്പെട്ടതും, UK ജോലി കിട്ടിയതും, KK ജോലി കിട്ടിയതും, അമേരിക്കൻ സിറ്റിസൺ കിട്ടി. ഇവിടെ പ്രാർത്ഥിച്ചാൽ അവിടെ സിറ്റിസൺ കിട്ടുക. ഇപ്പം ഇവർ വിവരിക്കുന്നത് എന്തോ വലിയ കാര്യമാണെന്ന് വിവരിച്ചിരിക്കുക. നല്ല കഥ. ഫിലിപ്പിയ ലേഖനം പഠിച്ചു വരുമ്പോൾ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമ്പോൾ നാം കാത്തിരിക്കുന്നു. സ്വർഗീയ പൗരത്വത്തെക്കാൾ വലിയൊരു പൗരത്വം ലോകത്തുണ്ടോ? അമേരിക്ക ജീവിക്കുന്ന വിശ്വാസികൾ പറയായിരിക്കും ഞങ്ങളാണ് വലിയ പൗരത്വമുള്ളവർ. അമേരിക്കൻ പൗരത്വം. ബ്രിട്ടീഷുകാർ പറയും ഞങ്ങൾ ഈ ഭൂലോകത്തെ മുഴുവൻ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഏക രാജ്യം ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളാണ് ഏറ്റവും വലിയ ആൾക്കാർ, ഞങ്ങളുടെ പൗരത്വത്തിനാണ് വില. ജർമ്മൻകാർ പറയും ഞങ്ങളാണ് പൗരത്വമാണ് വില. ഓരോരുത്തരും പറയും, സൗദിക്കാർ പറയും അയ്യോ ഞങ്ങൾ അതിലും വലിയ വമ്പന്മാരാണ്. ഒട്ടകപ്പുറത്ത് കിടന്നവരും ഒട്ടകപ്പുറത്ത് ജീവിച്ചവരും കഴുതപ്പുറത്ത് പോയവരും കഴുതടയും ഒട്ടടയത്തിൻ്റെയൊക്കെ പാൽ, കഴുതട കുടിക്കത്തില്ലല്ലേ, ഒട്ടകത്തിൻ്റെ പാലൊക്കെ കുടിച്ച് നടന്നവരൊക്കെ ഇപ്പോൾ പറയണത് എന്താ? ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യന്മാർ. കുവൈറ്റൊക്കെ ഏറ്റവും വലിയ സമ്പന്നമായിരുന്നു, പൊളിച്ച് കൈ കൊടുത്തു ദൈവം. ഹല്ലേലൂയ. അപ്പോൾ ഇവർ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു, വീര്യപ്രവൃത്തികൾ നടക്കുന്നു. കർത്താവ് അവരോട് പറയുക, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല മക്കളെ. മക്കളെ എന്നൊന്നും പറയത്തില്ല, ദുഷ്ടന്മാരല്ലേ, ദുഷ്ടന്മാരെന്നേ പറയുള്ളൂ. ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് ഞാൻ തീർത്തും പറയും. സഹോദരങ്ങളെ, ഈ ലിസ്റ്റിൽ ഈ കർത്താവ് ഈ ഗതികെട്ട അവസ്ഥയിലേക്ക് നിങ്ങൾ വരാൻ ഇടവരരുതേ. അത്ഭുതമൊക്കെ അവിടെ നിൽക്കട്ടെ. അത്ഭുതം കാണിക്കാൻ, അടയാളം കാണിക്കാനായിട്ട് ഈരണ്ടീരണ്ടരെ കർത്താവ് പറഞ്ഞു വെച്ച ചരിത്രം സുവിശേഷത്തിലുണ്ട്. അവർ പോയി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഭൂതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ ഭൂതം പോയി, രോഗി സൗഖ്യമായി, അത്ഭുതങ്ങൾ അടയാളങ്ങൾ തന്നു. അവിടെ ഒരു വന്ന് കർത്താവിനോട് റിസൾട്ട് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് സംഭവം. കർത്താവ് അവർ പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന സന്തോഷം. അപ്പോൾ ഞാനിങ്ങനെ പറയും, ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല, ലോറി കിട്ടുന്നതിലല്ല, രോഗി സൗഖ്യമാകുന്നതിലല്ല, വിസ കിട്ടുന്നതിലല്ല, കുടുംബത്തോടെ പറിച്ച് UK കൊണ്ട് കർത്താവ് നടുവെന്ന് പറഞ്ഞ പ്രവചനം നിറവേറുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിപ്പിനെന്ന് കർത്താവ് പറഞ്ഞു. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത്
വളരെ ശ്രദ്ധിച്ച് കേട്ടോണേ. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. അതിൽ സന്തോഷിക്കാൻ കർത്താവിനോടുകൂടി ഞങ്ങളെ ഉയർപ്പിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം. 2 കൊരിന്ത്യർ 5:1 കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യദാനമായൊരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾക്കറിയുന്നു. അതാണ് ഞങ്ങളുടെ പ്രത്യാശ. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ച് എരിഞ്ഞടങ്ങുന്ന ഈ പ്രോസ്പെറിറ്റിക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ആയുസ്സിൽ നമ്മൾ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും പോരാട്ടങ്ങളും വെല്ലുവിളികളും, ശിഷ്യന്മാരുടെ ചരിത്രമൊക്കെ അതിര് പറിച്ച് നടന്ന ശിഷ്യന്മാരുടെ ചരിത്രം ഞാൻ പറയാറുണ്ടല്ലോ. പരിമിതമായ ഭൗതികത്തിൻ്റെ അവസ്ഥയിൽ അവർ ജീവിച്ചു. കഷ്ടപ്പാടുകളെല്ലാം ഒത്തിരി അനുഭവിച്ചു. ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ സ്വർഗരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നുള്ള വചനപ്രകാരം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളെല്ലാം അവർ ജീവിതത്തിൽ അനുഭവിച്ചു. എന്നാൽ അവർ പ്രത്യാശയോടെ ഈ ലോകത്തിൽ നിന്ന് കടന്നു. ഇന്ന് പ്രോസ്പെക്റ്റിക്കാർ വാരിക്കോരി കൂട്ടി വയ്ക്കുന്നവരോ നെഞ്ചു പൊട്ടിയും തലയിൽ വണ്ടി കയറിയൊക്കെ ചാകുന്നു. മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഒരു ചെറുപ്പക്കാരൻ സഹോദരൻ, ഒരു പാട്ടുകാരൻ സഹോദരൻ മരിച്ചുപോയി. അപ്പോൾ ആ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാന ആൾ വന്നിട്ട് പറഞ്ഞു, ഈ മരണശൂഷ കണ്ടിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം കിടിലം കൊണ്ടുപോയി. 10,000 ഏകദേശം 1,00,000 ജലം വന്നു. ആ പ്രദേശം മുഴുവൻ അങ്ങ് നിറഞ്ഞു. 10, 25, 30 ഓർഗൺ, വയലിൻ, ഗിറ്റാറ്, ജാസ്, ഡ്രം സെറ്റ് ഇതെല്ലാം കൊണ്ടുവന്ന് ഭയങ്കര സംഗീത പരിപാടി. ഈ കൊച്ചു പയ്യനെ കൊണ്ടുവന്ന് കുഴിച്ചിടാനായിട്ട് എന്തെല്ലാം പാട്ടുകളാണ് അവിടെ പാടിക്കൂട്ടിയത്. എല്ലാം കഴിഞ്ഞ് അവസാനം എന്ത് ചെയ്തെന്നറിയാമോ? ആ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് ഒരു പ്രസംഗത്തിന് വേണ്ടി കോർഡിനേറ്റർ ക്ഷണിച്ചു. അദ്ദേഹം ഇറങ്ങി വന്നു, ഒരു പ്രസംഗം അങ്ങോട്ട് ചെയ്തു. അത് ഭൗതികമാണ് പ്രസംഗം മുഴുവൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചോ. നിങ്ങളോട് ഒന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ പറയുക. എന്നെ ഇതുപോലെ നിങ്ങൾ അടക്കണം. എന്നെ ഇതുപോലെ അടക്കണം. എത്ര വേണം? 25 ഓർഗൻ വേണം, 10 ഗിറ്റാർ വേണം, 5 ഡ്രം സെറ്റ് വേണം, പിന്നെ എല്ലാ പരിപാടികളും വേണം. ഇങ്ങനെയുള്ള പ്രൗഢിയോടുകൂടി എന്നെ നിങ്ങൾ അടക്കണം. ഇല്ലെങ്കിലോ ചിലപ്പോൾ ഞാൻ ഓർത്തെഴുന്നേറ്റ് വന്നില്ലെന്ന് വരും. എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പത്രോസിനെ ആരടക്കി? ഞാൻ ചോദിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചു. പൗലൂസിനെ ആരടക്കി? എവിടെയെങ്കിലും രേഖകളുണ്ടോ? സ്തെഫാനോസിനെ ഭക്തിയുള്ള ഒരു പുരുഷാരം എടുത്ത് അടക്കിയെന്ന് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്. പൗലൂസൊക്കെ രക്തസാക്ഷിയായി തല കെട്ടി അവിടെ കളഞ്ഞപ്പോൾ ചീഞ്ഞ് നാറാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും കുഴി കെട്ടി ആ കുഴിയിലിട്ട് വെട്ടി അമർത്തിയിട്ടുണ്ടാവും. ആ കുഴിയിലേക്ക് എടുത്തു വെച്ച് ചവിട്ടി മെതിച്ച് അമർത്തി വെച്ചിട്ട് ആൾക്കാർ പോയി. അവർക്ക് അവരുടെ മരണം തന്നെ രക്തസാക്ഷിത്വമായിരുന്നു. അവരുടെ അടക്കം തന്നെ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു പിടിയില്ല. അടക്കമല്ല വിഷയം, ഒടുക്കം പ്രത്യാശയോടെ ആയിരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. നീ ഉയർത്തെഴുന്നേറ്റ് വരുമോ സഹോദര? നീ മരണാനന്തരം ഉയർത്തെഴുന്നേറ്റ് വരുമോ നിന്റെ ശരീരം? അതോ നിനക്ക് രൂപാന്തരം കിട്ടുമോ ജീവനോടെ ഇരുന്നാൽ? ഇതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഘടകം. അല്ലാതെ വലിയ കാശുകാരനായിട്ട്, വലിയ അറിവുള്ളവനായിട്ട്, വലിയ കഴിവുള്ളവനായിട്ട് കർത്താവിന് വേണ്ടി ഒത്തിരി അങ്ങ് പ്രവർത്തിച്ചു. ഈ ഇടയ്ക്കൊരു വാർത്ത പറയണ്ടേ, ഇനി കർത്താവിനോട് ഒത്തിരി പ്രവർത്തിപ്പാനുണ്ട്. നീ ഒരു ചുക്കും പ്രവർത്തിച്ചില്ല. നീ സഭ പൊളിച്ചു കളഞ്ഞതേ ഉള്ളൂ. പ്രവർത്തിച്ചു. 10 പേര് കൂടി വരേണ്ട സ്ഥാനത്ത് എല്ലാത്തിനെയും തല്ലിപ്പറിച്ച് ദൂരെ കളഞ്ഞിട്ട് പ്രവർത്തിച്ചെന്ന് പറഞ്ഞിട്ട് ഒരാത്മാവ് സർവ്വലോകത്തെക്കാളും വിലയേറിയ ഒരാത്മാവിനെ നമ്മുടെ ക്രമക്കേട് കൊണ്ട്, നമ്മുടെ അനുസരണക്കേട് കൊണ്ട് അവർ തകർന്നു പോകുമ്പോൾ ചിന്തിച്ചോളണം, അവൻ്റെ രക്തത്തിൻ്റെ വില നാം കൊടുക്കേണ്ടി വരുമെന്ന്. ചുമ്മാ വായി വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണെന്നൊന്നും കഥയില്ല. എനിക്ക് വേദനയുണ്ട്. ഒരാത്മാവിനെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ കർത്താവ്. എനിക്ക് ഹൃദയത്തിൽ വേദന തിങ്ങി നിറഞ്ഞിരിക്കുക. ഒരാത്മാവിൻ്റെ വിലയ കർത്താവ് പറയും സർവ്വലോകത്തെക്കാളും വിലയെന്നാണ്. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. അപ്പോസ്തലന്മാർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യദാനമായൊരു കെട്ടിടം സ്വർഗത്തിലുണ്ട്.
കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞല്ലോ, കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ ഞങ്ങളെ ഉയർപ്പിക്കും. ഞങ്ങൾക്ക് സ്വർഗത്തിലൊരു കെട്ടിടമുണ്ട്, രൂപാന്തര ശരീരം ഞങ്ങൾക്ക് കിട്ടും, 1000 ആണ്ട് വാഴ്ചയിലൊരു അവകാശം ഞങ്ങൾക്ക് കിട്ടും. പുതിയ ആകാശം പുതിയ ഭൂമിയിൽ ഞങ്ങളുടെ അവകാശം ഉണ്ട്. അവിടെ അളവ് നൂലെനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരു അവകാശം കിട്ടും. അതാണ് അവർ വിശ്വസിച്ചത്. നമ്മളെന്താ വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ. എന്താ നമ്മൾ വിശ്വസിക്കുന്നത്? എന്താ നമ്മുടെ പ്രത്യാശ? മഹാനായ സോക്രട്ടീസ് ഒരു തെരുവിൽ നിൽക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളിങ്ങനെ പഠിക്കാൻ പോവുക. 5, 8, 10, 15 ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾ. ഒരു സെറ്റ് കുഞ്ഞുങ്ങളിങ്ങനെ വരുന്ന സമയത്ത് മഹാനായ സോക്രട്ടീസ് ചോദിച്ചു, കുഞ്ഞുങ്ങളെ നിങ്ങൾ എങ്ങോട്ട് പോവാ? അപ്പോൾ ഞങ്ങൾ പഠിക്കാൻ പോവാന്ന്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടോ? പഠിച്ചിട്ടെന്താ, നിങ്ങൾ പഠിച്ച് നല്ല ജോലി മേടിക്കും. എന്നിട്ടോ? ജോലി മേടിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഞങ്ങൾ നല്ല പ്രായമൊക്കെ നല്ലൊരു പെണ്ണിനെയൊക്കെ പോകാൻ കഴിക്കും. എന്നിട്ടോ? എന്താ അപ്പച്ച ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? വിവാഹം കഴിച്ച് ഞങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടാവും, ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും. എന്നിട്ടോ? ചോദ്യം തീരുന്നില്ല. ബുദ്ധിമാനല്ലേ സോക്രട്ടീസ്? അവസാനം ഞങ്ങൾ അപ്പച്ചനെ പോലെ ആകും, പ്രായമായി. എന്നിട്ടോ? എന്നിട്ടും വിടുന്നില്ല. എന്നിട്ടെന്താ? അപ്പച്ചനും മരിക്കും, ഞങ്ങളും മരിച്ചു. എന്നിട്ടോ? അവിടെ കുട്ടികൾ കുടുങ്ങിപ്പോയി. മരിച്ചു കഴിഞ്ഞതിന് ശേഷമോ മരണാനന്തര ജീവിതമുണ്ടെന്ന് സോക്രട്ടീസ് വിശ്വസിച്ചു. പക്ഷേ ബൈബിളിൻ്റെ അവസ്ഥ അനുസരിച്ചുള്ള വിശ്വാസമൊന്നുമല്ല അത്. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. ഐ ഡോണ്ട് നോ. ഒരു ഇഞ്ച് പോലും എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് ഒരു അറിവുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കൊട്ടേഷനാണിത് ഞാൻ പറയുന്നത്. മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. മരണാനന്തര ജീവിതം എന്തായിത്തീരുമെന്ന് സോക്രട്ടീസ് ചോദിച്ചപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മൊഴിമുട്ടിപ്പോയി. ഇന്നത്തെ ബുദ്ധിരാക്ഷസന്മാരോടും ഇന്നത്തെ രാഷ്ട്രീയക്കാരോടും ഇന്നത്തെ മതപണ്ഡിതന്മാരോടും ഇന്നത്തെ ആത്മീയ കോളത്തിൽ കിടന്ന് വിരഹിക്കുന്ന എല്ലാ മനുഷ്യ സമൂഹത്തോടും ഞാനും ചോദിക്കുന്നു, മരണാനന്തര ജീവിതം നിങ്ങളുടെ ജീവിതം എങ്ങനെയായിത്തീരും? പ്രത്യാശയുണ്ടോ നിങ്ങൾക്ക്? കാഹളം ധ്വനിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രത്യാശയുണ്ടോ? മരിച്ചുപോയാൽ ഉയർത്തെഴുന്നേറ്റ് വരും, ജീവനുടരുന്ന രൂപാന്തരം പ്രാപിക്കുന്ന പ്രത്യാശയുണ്ടോ? ഇല്ലെങ്കിൽ എന്തൊരു ക്രിസ്ത്യ ജീവിതം നയിക്കുന്നു? എന്തിനൊരു വിശ്വാസിയായിട്ട് നീ അഭിനയിക്കുന്നു? വേഷം കെട്ടെതിരെ നടത്തുന്നു? ലോകത്ത് സുഖിച്ച് ജീവിക്കരുതോ? ഇഷ്ടം പോലെ പണം ഉണ്ടാക്കി സുഖിച്ച് ജീവിക്കരുതോ? പണ്ടൊരു പാസ്റ്റർ പറയുമായിരുന്നു, കർത്താവിൻ്റെ ഒരു പോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു 4-5 പെണ്ണും കെട്ടി ഒരു ദിവസം 2-3 റമ്മിൻ്റെ ബോട്ടിലും അടിച്ച് സുഖിച്ചങ്ങ് ജീവിക്കുക. എന്തായാലും നരകത്തിൽ പോവുക. ഈ ഭൂമിയിലെ ജീവിതമെങ്കിലും ഉണ്ടായിരിക്കും. ഇവിടെ ഇല്ല തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഇല്ല. അവസാനം നരകത്തിലും പോയി വീഴുക എന്ന് പറഞ്ഞാൽ വലിയ ദുഃഖകരമാണ്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഒരു പാസ്റ്റർ പറഞ്ഞതാ. കാരണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടെന്നേ. ഈ ലോക ജീവിതം സമ്പുഷ്ടമാക്കി സന്തോഷപ്രദമാക്കാൻ ഭാവി പ്രത്യാശയില്ലെങ്കിൽ നമ്മളത് ചെയ്യണം. ചെയ്താൽ കുഴപ്പമില്ല, സന്തോഷിച്ച് ജീവിക്കോ. ഇന്നത്തെ ന്യൂ ജനറേഷൻ രക്ഷിക്കപ്പെടാത്തവർ മുഴുവൻ, രക്ഷിക്കപ്പെട്ടവർ പോലും അങ്ങനെ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നണേ. അവർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക, അവർക്ക് വിവാഹം വേണ്ട. എൻ്റെ പരിചയത്തിലുള്ളൊരു പാസ്റ്ററുടെ മോന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ആ കുട്ടിയോട് ഈ പിതാവ്, മോനെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂടെയുള്ളവർ ആരും എന്താ വിവാഹം കഴിക്കാത്തത്? IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന കുട്ടികളാണ്. എന്തിനാ പിച്ച വിവാഹം കഴിച്ച് വെറുതെ ചുമ്മാ കുട്ടികളൊക്കെ ആയിട്ട് വെറുതെ സമയം മെനക്കളയുന്നത്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? കുട്ടികളെ വളർത്തി ഞങ്ങൾ വിവാഹം കഴിക്കുന്നില്ല, പക്ഷേ ഞങ്ങൾ വിവാഹം കഴിക്കുന്നവരെ പോലെ ജീവിക്കുക. എങ്ങനെയുണ്ട്? അപ്പച്ചൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഞങ്ങൾ വിവാഹം കഴിക്കുന്നവരല്ല, പക്ഷെ ഞങ്ങൾ വിവാഹം കഴിക്കുന്നവരെ പോലെ ജീവിക്കുന്നില്ല. ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞൊരു പരിപാടി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, നമുക്കറിയാമായിരിക്കും. പക്ഷെ ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, ഗെറ്റ് ടുഗദർ ആയിട്ട് നടക്കുന്നവർ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന്. രജിസ്റ്റർ ചെയ്ത് വിവാഹം കഴിച്ചവരാണ് തെളിയിക്കണം.
അല്ലാതെ ഗെറ്റ് ടുഗദറാണെന്നും പറഞ്ഞ് തോന്നിവാസം കളിച്ച് കിടക്കാൻ പറ്റത്തില്ല, പൂട്ട് വീഴും എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല. എനിവേ എന്തുമാകട്ടെ, വിവാഹമൊന്നും ഇന്ന് വിഷയം. ഞാൻ ഇപ്പം ഈ ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ കോളത്തിലും എല്ലായിടത്തുമൊക്കെ വിവാഹം കുറേ വർഷം കൂടി കഴിയുമ്പോൾ അങ്ങോട്ട് തീരും. വിവാഹ പന്തലിന് സാധനം വാങ്ങിയിട്ടേക്കുന്നവൻ്റെയൊക്കെ കട്ടപ്പോഹ അതവിടെ കിടക്കത്തേ ഉള്ളൂ. കസേരയും ഡെക്കറേഷനും അതും ഇതും കുന്തമൊക്കെ ആരും എടുക്കത്തില്ല, കാരണം വിവാഹമൊന്നും കാണത്തില്ല. അതുപോലെ ലോകമായി. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം തരുന്നൊരു പഠനം തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ടെടുത്തു. 969 വർഷം ആയുസ്സുണ്ടായിരുന്ന മെഥൂശലേക്ക് മനുഷ്യൻ പാപത്തിൽ വഴുതി വീണപ്പോൾ, ബോധിച്ചതുപോലെ നടന്നപ്പോൾ ദൈവവും ഒരു പ്രവൃത്തി അവിടെ ചെയ്തു. മനുഷ്യനോട് പറഞ്ഞു, നിന്റെ സംവത്സരം 120 സംവത്സരമാകുമെന്ന്. 969 ഉണ്ടായിരുന്ന ആയുസ് 120 സംവത്സരത്തിലേക്ക് മാറ്റപ്പെട്ടു. കാരണം എന്താ? മനുഷ്യൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ അവൻ്റെ ഭാവി, അവൻ്റെ വയസ്സ്, അവൻ്റെ മരണം ഏതൊക്കെയാണെന്നുള്ളത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. അങ്ങനെ 120 വന്ന്. ഈ 120 വന്നിപ്പോൾ അവസാനം മോശ എഴുതി വെച്ചു, ഏറെയായാലും 70 80. ഇപ്പം 40 ആകുമ്പോൾ 35 ആകുമ്പോൾ ആള് പോവുക, ആള് തീർന്നു പോവുക ലോകത്തുനിന്ന്. ചെറുപ്പക്കാരെ കൂടുതൽ മരിച്ചുകൊണ്ടിരിക്കുന്നേ, യവനക്കാർ കഞ്ഞിയും പയറും കുടിച്ചൊക്കെ അങ്ങനെ ജീവിക്കുക. എൻ്റെ അനിയൻ്റെ മോൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിൽ 10-15 പേരെ വെച്ച് ജോലി ചെയ്യുന്ന ആളാണ്. നല്ല 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 ജീവിത സൗകര്യവും വലിയ വലിയ വാഹനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആളാണ്. അവനൊരു ക്ഷീണം വന്നു ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലാണ്. ഇപ്പം എൻ്റെ വൈഫ് എന്ന് പറയും, ഇങ്ങനെ പോകണോ, അവൻ കിടക്കുന്നുണ്ട്, കാണുന്നത്. നീ പോയി കണ്ടിട്ട് വാ, എനിക്കിപ്പോൾ സമയമൊന്നുമില്ല, ഞാൻ അവനെ ഫോണിൽ വിളിച്ചോളാം. എന്താ മോനെ, എന്താണ്, എന്ത് പറ്റി ഫെബി? അത് പപ്പ എനിക്ക് പെട്ടെന്നൊരു ക്ഷീണം വന്നു, എന്താണെന്നറിയില്ല, വല്ലാതെ അസ്വസ്ഥനായി, ഞാൻ പോകുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, നിനക്ക് അങ്ങനെയാണ് അഡ്മിറ്റ് ചെയ്യാൻ പറ്റി, ഞാനാണ് 100 പ്രാവശ്യം അഡ്മിറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിടാന്ന് പറഞ്ഞു. അപ്പോൾ അല്പം എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. വർഷങ്ങളായി ഞാൻ വ്യായാമം ചെയ്യുന്ന ഒരാളാണ്. ബോഡിക്ക് വരുമ്പം ഫിറ്റ്നസ്സൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓക്കെ. അത് 35 വയസ്സായവൻ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്ത് ഭയങ്കര ചികിത്സയൊക്കെ ചെയ്ത് നല്ലൊരു തുക ആശുപത്രിയിൽ കൊടുത്ത് സന്തോഷം അടഞ്ഞുകൊണ്ടിരിക്കുക അവൻ. ഞാൻ എന്തിനിത് പറഞ്ഞു? ദൈവമക്കളെ, പ്രത്യാശയില്ലാത്ത മനുഷ്യർ, ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത മനുഷ്യർ. ഞാൻ അവരോട് ചോദിച്ചു, മോനെ, മരണാനന്തര ജീവിതം ഉണ്ടെന്നുള്ളത് നിനക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതിനോട് പറഞ്ഞു, സാമ്പപ്പ ഞാൻ എത്തിസ്റ്റാണ്, ഞാൻ നിരീശ്വരവാദിയാണ്, എനിക്കതൊന്നും വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് ശരിയാണ്, മരണാനന്തര ജീവിതമുണ്ട്. ഈ ലോകത്തിൽ നീ ദൈവത്തെ അറിയാതെ ജീവിച്ച ചെയ്യുന്ന തെറ്റുകൾക്ക് നീ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നൊരവസ്ഥ വന്നാൽ, നരകത്തിലേക്ക് ദൈവം നിന്നെ തള്ളിക്കളഞ്ഞാൽ എന്തായിരിക്കും നിൻ്റെ അവസ്ഥ? എൻ്റെ ചോദ്യം. അവൻ പറഞ്ഞു, എൻ്റെ വിധിയെന്ന് ഞാൻ സമാധാനിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മറുപടി ആയോ? ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നില്ല, ഞാൻ മടങ്ങി വരുന്നുണ്ട്. നമ്മുടെ വിഷയം ഉയർപ്പാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അവന് തേജസ് കൊടുത്തിരിക്കുന്നു. അതുപോലെ നമ്മളെയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുമെന്നുള്ളൊരു പ്രത്യാശ പെന്തക്കോസുകാരെ നമുക്കില്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവും. രാവിലെ വേദോസം എടുത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്കാണെന്ന് പറഞ്ഞ് സമാരാധനയിൽ വന്ന് കുറേ പാട്ട് പാടി പാട്ടുകുർബാന നടത്തിക്കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും അവിടെ പ്രസംഗിച്ച് ആ പ്രസംഗം കേട്ട് ആ വചനത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ച് പ്രത്യാശാനിർഭരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ എനിക്ക് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഓട്ടവും അധ്വാനവും വൃഥാവായി പോകും. ഹല്ലേലൂയ. 22-ാം വാക്യത്തിലേക്ക് വരിക. എന്നാൽ സത്യമനുസരിക്കായാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുക കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിക്കുക.
ഉറ്റ് സ്നേഹിക്കാം, ഹൃദയപൂർവ്വം സ്നേഹിക്കണം. നമുക്കൊക്കെ സ്നേഹമുണ്ട്, പക്ഷേ അതൊന്നും ഹൃദയപൂർവ്വമുള്ള സ്നേഹമൊന്നുമല്ല. കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള സ്നേഹം, അപ്പനമ്മ ബന്ധം, സാഹോദര്യ ബന്ധം, മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ബന്ധം വെറും ഫ്രാഡാണ്. ആത്മാർത്ഥതയില്ല, വെറുതെ സ്നേഹിക്കുക. എന്നാൽ പത്രോസിൻ്റെ വാക്ക് ശ്രദ്ധിക്കുക. എന്നാൽ അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളുടെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിക്കും. നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർവ്യാജം, വ്യാജമില്ല. 1 പത്രോസ് 2:1 പറയുന്നു, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും എല്ലാ വ്യാജഭാവവും എല്ലാ അസൂയയും എല്ലാ നുണവും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ വ്യാജമില്ലാത്തവരായി. ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ ഇതെല്ലാം നീക്കിക്കളയാൻ വിശ്വാസികൾ ഇത് തന്നെയല്ലേ ഉള്ളത്. പത്രോസ് പറയാനെല്ലാം നീക്കിക്കളയാൻ. സത്യമനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ, ദൈവവചനമെന്ന സത്യമനുസരിച്ച് ജീവിക്കുന്നവരോട് പറയുക, ദൈവത്തിൻ്റെ ആത്മാവ് നിർവ്യാജ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുക കൊണ്ട് ഹൃദയപൂർവ്വം ഉറ്റു സ്നേഹിച്ചു. വിശ്വാസം, പ്രത്യാശ, സ്നേഹ വലിയതോ സ്നേഹം തന്നെ. 1 കൊരിന്ത്യർ 13 മുഴുവൻ സ്നേഹത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഉറ്റു സ്നേഹിക്കുക, ഹൃദയപൂർവ്വം. വ്യാജ സ്നേഹങ്ങളെല്ലാം എടുത്തു കളഞ്ഞിട്ട് ഹൃദയപൂർവ്വം ഉറ്റു സ്നേഹിക്കുക. ആ സ്നേഹം എവിടെയെങ്കിലും കൊണ്ടോ ഇന്ന്? കാണുന്നില്ല. പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ്റെ സാക്ഷ്യം എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കി. താൻ താമസിച്ച വീട്ടിൻ്റെ അടുത്തൊക്കെ ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഒരു 10-30 ബ്രദേഴ്സ് അവിടെ വരുമായിരുന്നു. അവർ തമ്മിലുള്ള സ്നേഹം, അവർ തമ്മിലുള്ള ഐക്യത, അവർ തമ്മിലുള്ള ഇടപെടൽ. ഈ ഡോക്ടറായ മുരളീധരൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് താനത് വീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്തെവിടെ പാട്ടൊക്കെ പാടുന്നു, സന്തോഷം. അവരൊക്കെ വന്ന് കയറുമ്പോൾ കൈ കൊടുക്കുന്നു, പ്രൈസ് ദി ലോർഡ് ബ്രദർ എന്ന് പറയുന്നു, വിശുദ്ധീകരണം ചെയ്യുന്നു. ഇന്നേക്ക് 50 വർഷം മുമ്പുള്ള ചരിത്രമായി പറയണേ ഞാൻ. ഇന്നത്തെ വിശ്വാസികൾക്കാകുന്ന വിശ്വാസികളെല്ലാം വെറും ഡ്യൂപ്ലിക്കേറ്റായി മാറി. നല്ലൊരു ശതമാനം, ഒരു ചെറിയ ശേഷിപ്പ് മാത്രമുള്ള ആത്മാർത്ഥതയുള്ള വിശ്വാസികൾ ലോകത്ത് മുഴുവൻ ദൈവസ്നേഹം നഷ്ടപ്പെട്ടവരാണ്. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം. സ്നേഹം പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരണം. ഫിലിപ്പിയർ 1:9 സ്നേഹം മേൽക്കുമേൽ വർദ്ധിക്കണം. യേശുവിൻ്റെ അടുക്കൽ വന്ന് ഗുരു പരീശന് ശാസ്ത്രി ചോദിച്ചു, ഗുരു, ന്യായപ്രമാണത്തിലെ ഏറ്റവും മുഖ്യ കൽപ്പനയത് ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക എന്നതും നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതാകുന്നു ഏറ്റവും വലിയ കൽപ്പന. അപ്പോഴാണ് ചോദിച്ചത് എൻ്റെ സ്നേഹിതനാണ്. അപ്പോഴാണ് ഒരു ഉപമ പറഞ്ഞത്. എന്താ? ശമരിയക്കാരൻ്റെ ഉപമ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ന്യായപ്രമാണത്തിലെ 2 വ്യക്തിത്വങ്ങൾ, പുരോഹിതനും ലേവ്യനും. മുറിവേറ്റ് കിടക്കുന്ന, സർപ്പത്തിൻ്റെ കടിയേറ്റ് കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് കാണാതെ പോയി ശമരിയക്കാരനായ ക്രിസ്തു വന്ന് രക്ഷിക്കുന്ന ചരിത്രം ആ ഉപമയിലൂടെ കർത്താവ് പറയുന്നുണ്ട്. സ്നേഹസമ്പന്നനായ ദൈവം ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താ നമ്മൾ പറയുക? എന്താ പറയുക? ദൈവം ആരാന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകും. അതാ ദൈവത്തിൻ്റെ പേര് തന്നെ. ആ സ്നേഹം നമ്മളിലുണ്ടോ? എനിക്കത് വായിക്കാൻ പ്രേരണയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾ ഒന്നും ചിന്തിക്കരുത് അതിനെക്കുറിച്ച്, മറ്റു രീതിയിൽ ചിന്തിക്കരുതെന്ന് ഞാൻ പറയുക. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അറിയാവുന്നതാണ്, ജീവിതത്തിൽ പകർത്താനല്ലേ പറ്റാത്തത്. എല്ലാം അറിയാം. എന്താ ആർക്കും അറിയാത്തത്? ഇടയ്ക്കൊരു പാസ് പറഞ്ഞ് പ്രസംഗിക്കാൻ ആർക്കാരുള്ളത്? മരം ചാഞ്ഞു വരുന്ന പോലെ പ്രസംഗിക്കും, ജീവിതത്തിൽ ഇല്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ഗുണം? ഒരു ഗുണവും മണവും ഇല്ലാത്ത പ്രസംഗത്തിന് എന്ത് ഗുണം? ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും 1 കൊരിന്ത്യർ 13 എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുടങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും
ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്കവണ്ണം വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദോഷപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. ദൈവസ്നേഹം ഉള്ളിൽ വന്നവനെ ആ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. ഇന്ന് രക്ഷിക്കപ്പെടാത്ത വിശ്വാസികളാ ഭൂമിയിലുള്ളത്. ഇവിടെ പറയുന്നുണ്ടല്ലോ, കെടാത്ത ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കും. ഈ വീണ്ടും ജനനം പ്രാപിച്ചാലേ അന്യോന്യം സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് ഉയരത്തിൽ നിന്നൊരു ജനനം പ്രാപിച്ചാലേ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. കപട വിശ്വാസികൾക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. സഭകളിൽ സ്നേഹത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ ആരും പ്രസംഗിക്കുന്നില്ല. ദാവീദും ഗോലിയാത്തും മല്ലനും എസ്തേറും പിന്നെ ആമാനും ആമാൻ്റെ 10 മക്കളും, അങ്ങനെ പോകുന്നു പ്രസംഗങ്ങൾ. തമ്മിൽ സ്നേഹിക്കാൻ പ്രമാണം യേശു ക്രിസ്തുവാണ് നമുക്ക് തന്നത്. തമ്മിൽ കൊന്നുകൊണ്ടിരുന്ന യഹൂദ ജാതിയോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിൻ്റെ സ്നേഹിതനെന്നല്ലേ പറയുന്നത്. ലോത്തിനെ വിടുവിച്ച് നടക്കാൻ എത്ര എണ്ണത്തിനെ കൊന്നുപുള്ളി. ദാവീദ് ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നല്ലേ പറയണത്. കാണിച്ച കുർത്തക്കെട്ടിന് കൈ കണക്കുണ്ടോ? ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു എന്നുള്ളത് ശരി. നടത്തിപ്പുകാരനായ മോശ പാട്ടും പാടി മ്യൂസിക് സംഗീത നിശയോടുകൂടി നടത്തിക്കൊണ്ടുവന്നു. ഇന്നത്തെ ചവടക്കിനും കല്യാണത്തിനും എവിടെ ചെന്നാലും പാട്ട. നല്ല കാര്യമാണ്. വല്ല ഗുണമുണ്ടോ? അതുകൊണ്ട് തമ്മിൽ സ്നേഹമുണ്ടോ? വിശ്വാസമുണ്ടോ? പ്രത്യാശയുണ്ടോ? മരണാനന്തരം ഉയർപ്പ് കിട്ടുമെന്നുള്ള വിശ്വാസമുണ്ടോ? ചുമ്മാ കുറേ പാട്ടും പാടി നടന്നിട്ട് എന്താ കാര്യം? ഞാനൊക്കെ അതിന് മുൻപന്തി നിന്ന ആൾ, അതുകൊണ്ടായി പറയുന്നേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. 1 പത്രോസ് 1:5 ക്ഷയം വാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി ജനിപ്പിച്ചിരിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ന്റെ 2-ാം പാർട്ട്, സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. നമ്മൾ ജനിച്ച് ഈ ഭൂമിയിൽ വീണത് സ്വത്രം. ഒരു മനുഷ്യക്കുഞ്ഞിനെ കുറിച്ച് ഞാൻ പറയുക. ഒരു മനുഷ്യക്കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ച് വീഴുമ്പോൾ അവനൊരു ജന്മം കൊടുക്കുക ചെയ്ത മാതാപിതാക്കൾ. അതുപോലെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രവർത്തിച്ച് പാപബോധമുണ്ടായി, വീണ്ടും ജനനമുണ്ടായി, റിപ്പൻറ്റൻ്റ് ആൻഡ് ബാപ്റ്റിസം, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നവരാണ് വീണ്ടും ജനനം പ്രാപിച്ചവരെ. എല്ലാത്തവരും മക്കളാണെന്ന് പറഞ്ഞോളേക്കാം. ഞാൻ പറഞ്ഞല്ലോ മുമ്പ്, അബ്രഹാമിനും മക്കളും കൊച്ചുമക്കളും എല്ലാം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. കെതൂറുടെയും ഹാഗാറിൻ്റെയൊക്കെ സന്തതികളായിട്ട് ഒരു പറ്റം മക്കളുണ്ടായിരുന്നു. അവർക്കെല്ലാം അബ്രഹാം സമ്മാനം കൊടുത്തു. എന്നാൽ തൻ്റെ സ്വന്തം മകനായ ഇസഹാക്കിന് തൻ്റെ വസ്തുവകകൾ കൊടുത്തു. പുത്രത്വം പ്രാപിക്കണമെങ്കിൽ അഭിഷേകം പ്രാപിക്കണം. ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ സംസാരിച്ച് പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് കഴിയുമ്പോഴാണ് അവകാശം കിട്ടുന്നത്. ക്ഷയം വാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചു. വീണ്ടും ജന്മം പ്രാപിച്ച ഒരു അഭിഷേകം പ്രാപിച്ചാൽ മാത്രമേ അവകാശം കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ തള്ളപ്പെട്ടു പോകും. ഈ ഇടയ്ക്ക് കയറി വന്നുകൊണ്ട് പറഞ്ഞു പോയതാ. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താൻ പോകും. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയുമാകുന്നു. പുല്ലുപാടി പൂ തീർന്നുപോയി, കർത്താവിൻ്റെ വചനം എന്നേക്ക് നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. സകല ജഡവും പുല്ലുപോലെയാകുന്നു. ഒരു സിനിമാ നടൻ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവൻ വീട്ടിൽ നിന്ന് പോകുന്ന മുഖത്തോടെയല്ല അവൻ സിനിമാ സൈറ്റിലേക്ക് വരുന്നത്. അവൻ മേക്കപ്പ് മാൻ്റെ അവിടെ ചെന്നിട്ട്
അവൻ അടിക്കേണ്ട മേക്കപ്പിൻ്റെ നിർദ്ദേശം വരെയും സംവിധായകൻ ആർക്ക് കൊടുക്കുക? മേക്കപ്പ് മാന് കൊടുക്കുകയാണ്. ഇത്ര വയസ്സുള്ള ഒരാളായിട്ട് അഭിനയിക്കുക, അതിനനുസരിച്ച് മേക്കപ്പ്. പുട്ടിയെല്ലാം ഇട്ട് കാക്കാശിന് ഗുണമില്ലാത്തവനെ പുട്ടിയെല്ലാം തേച്ച് പിടിപ്പിച്ച് പിന്നെ കരിയെല്ലാം അടുപ്പിച്ച് എന്തൊക്കെ കോലം ചെയ്തിട്ടാണ് അവനെ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. എന്നാലും നീ ചിന്തിച്ചോണം, നീ പുല്ലുപോലെയാണ്, പൂ പോലെയാണ്, നിഴൽ പോലെയാണ്, ആവി പോലെയാണ്. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയുമാകുന്നു. പുല്ലുവാടി പൂ ഉതിർന്നു പോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്ക് നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. കർത്താവിൻ്റെ വചനമാണ് നമുക്ക് പ്രധാനം. കെടാത്ത ബീജമാകുന്ന ദൈവവചനത്താൽ വീണ്ടും ജനനം പ്രാപിച്ചൊരു ദൈവപൈതൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നടത്തപ്പെട്ട് ദൈവകൽപ്പനയായ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് ദൈവകൽപ്പന അനുസരിച്ച് അഭിഷേകത്താൽ നിറഞ്ഞ് വിശുദ്ധിയും വേർപാടും പാലിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിത്വ ഉപദേശവും അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരണം. സകല ജഡവും പുല്ലുപോലെയാണ്. ഓരോ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന മേക്കപ്പ് പണ്ടൊരു ദൈവാസം പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ മാലാഹിയായിട്ട് അഭിനയിക്കാനായിട്ട് ഒരു സ്റ്റേജിൻ്റെ പുറകിൽ 2-3 വീടിൻ്റെ അപ്പുറത്താണ് മേക്കപ്പ് നടത്തിയത്, മാലാഹ. അപ്പോൾ പുള്ളി അവിടെ നിന്ന് ഇറങ്ങി ഈ അഭിനയം നടക്കുന്ന ഹോളിലേക്ക് നടന്നു. പെട്ടെന്ന് മഴ വന്നു, ദേഹം മുഴുവൻ നനഞ്ഞു, ഈ കരിയെല്ലാം കൂടി ഒഴുകി, ഈ പുട്ടിയൊക്കെ അടിച്ച മുഖത്തൂടിയൊക്കെ ഒഴുകി വികൃത രൂപമായി. മേക്കപ്പ് ചെയ്ത മാലാഹെ പോലെ, കണ്ട പിശാചിനെ പോലെ. സകല ജഡവും പുല്ലുപോലെ, പുല്ലിൻ്റെ പൂ പോലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദൈവമക്കളെ? നാട്ടുപുറത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. രാവിലെ നമ്മൾ നടന്നു പോകുമ്പോൾ പുല്ലിൽ പൂ കാണും, വൈകുന്നേരം വരുമ്പോൾ അത് കാണത്തില്ല, തഴേ പോവത്. അത്രയൊക്കെയുള്ളൂ നമ്മുടെ ആയുസ്. എന്തിനാണ് ഈ വേഷം കെട്ടെ? ആരെ കാണിക്കാനാ? പണ്ടൊരു അച്ഛൻ ചോദിച്ച പോലെ, കല്യാണം കഴിഞ്ഞ് 5 വയസ്സുള്ളൊരു കുട്ടിയായിട്ട് ഒരു ഭാര്യയും ഭർത്താവും കുട്ടിയും കൂടി ഈ കല്യാണ ചെറുക്കൻ്റെ അനിയൻ്റെ കല്യാണത്തിന് പോവുക. അപ്പോൾ അച്ഛൻ പ്രസംഗിക്കുക. അച്ഛൻ ചോദിച്ചു, കുഞ്ഞേ, നിൻ്റെ കല്യാണം കഴിഞ്ഞ് 5 വർഷമായി, 6 വർഷമായി, 5 വയസ്സുള്ളൊരു കുഞ്ഞുമുണ്ട്. നീ അണിഞ്ഞൊരുങ്ങി പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നിന്നെ മണവാട്ടിയായിട്ടല്ല തോന്നത്തുള്ളൂ. നീ ആരെ കാണിക്കാനായി പോണത്? ഒരു 3-4 മുടിയെടുത്ത് സ്പ്രിങ് പോലെ ഇങ്ങനെ കിടന്ന് വളച്ചിട്ട് ചുണ്ടയിൽ ഒരു 1/2 കിലോ ഒക്കെ തേച്ച് പിടിപ്പിച്ച ചോപ്പും മുഖത്ത് പുട്ടിയൊക്കെ ഇട്ട് സ്കൂട്ടക്സൊക്കെ ഇട്ട് കല്യാണപ്പെണ്ണൊരുങ്ങി പോകുന്നതിനേക്കാൾ ഒരുങ്ങിപ്പോയപ്പോൾ അച്ഛന് പിടിച്ചില്ല. അച്ഛൻ പറഞ്ഞു, നീ ആരെ കാണിക്കാനാണ് പോണത്? അവിടെ കല്യാണം നടക്കുന്ന വേറെ ചെറുക്കനും പെണ്ണുമായിട്ട്, നിന്നെയല്ല കല്യാണം കഴിക്കുന്നത്. നീ എന്തിനാണ് ഈ വേഷം കെട്ട് നടത്തുന്നത്? എന്താ നിൻ്റെ ഭക്തി എന്നുള്ളത്? വേഷം കെട്ടല്ലേ? അച്ഛൻ ശാസിച്ചു അവരെ. എനിക്ക് വലിയ ഇഷ്ടമായി. അച്ഛനാണെങ്കിലും ഒരു പുരോഹിതനാണല്ലോ അദ്ദേഹത്തിന് അത് ശാസിക്കാനുള്ള ആർജവം ഉണ്ടായല്ലോ. നമ്മുടെ വാസന്മാർ വെള്ളം വിഴുങ്ങിയിരിക്കുകയാണല്ലോ, ശാസിച്ചു കഴിഞ്ഞാൽ കവറ് കിട്ടത്തില്ല. കല്യാണം കഴിയുമ്പോൾ കവറ് കിട്ടത്തില്ല. അത് ശരി, ഞങ്ങളെ ശാസിച്ചിട്ട് കവറും കൂടി തരണമെന്നോ? അതുകൊണ്ട് ഒരു വെള്ളം മിണിഞ്ഞതുപോലെ ഇങ്ങനെ ഇങ്ങനെ എനിക്കറിയാം. പൂക്കൾ കൊണ്ടുവന്ന് അലങ്കരിച്ച് പെന്തക്കോസ്തിലെ ഹോള് മുഴുവൻ നിറച്ചൊരു ഹോളിൽ കല്യാണത്തിന് വേണ്ടി നിശ്ചയിച്ചു. മരിച്ചുപോയ PM ജോസഫ് പാസ്റ്റർ 86 വയസ്സിൽ മരിച്ചു. അതിൻ്റെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ അടിച്ചു കേൾക്കണം. അത്ര മനോഹരമാണ്. ഒരുപാട് വിശുദ്ധിക്ക് വേണ്ടി നിലനിന്ന കരുത്തനായൊരു പാസ്റ്റർ. അവരെ പോലെയുള്ള ആരും ഇന്നില്ല കേട്ടോ, എല്ലാം പോയി. തലമുറകൾ മുഴുവൻ പോയെന്നാണ് എനിക്ക് തോന്നണേ. പലയിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഇടയ്ക്ക് പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹവും മരിച്ചു പോയി. കണ്ണ് കണ്ടുകൂടാത്ത ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. കർത്താവ് വരുമെന്നുള്ള പ്രത്യാശയുടെ പാട്ട് പാടിക്കൊണ്ടിരുന്ന പാസ്റ്റർ, അദ്ദേഹവും മരിച്ചുപോയി. അഴലേറും ജീവിതം വരുവില്ലെന്ന് പാടിയ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹവും 85-90 അദ്ദേഹം പോയി. എല്ലാം പോയി. ഇനിയിപ്പോൾ ആരാ ഉള്ളേ? ഇനി കിടക്കുന്ന മുഴുവൻ തലനരച്ചവരല്ല.
നരച്ചവരാണെന്ന് നമ്മൾ പറഞ്ഞാലും അവരിന്ന് യുവാക്കളെ പോലെ ഇരിക്കും, ഒരു ഗുണമില്ലാത്തവരായിരിക്കും. മനസ്സിലായോ? സകല ജഡവും പുല്ലുപോലെ, അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെ. ഡോണ്ട് ടച്ച് യുവർ ബോഡി, ഡോണ്ട് ഡെക്കറേഷൻ യുവർ ബോഡി എന്ന് ഞാൻ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. പലർക്കും ആ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഹൃദയത്തിൽ തന്ന ആശയം ഞാൻ ശക്തിയോടത് പറഞ്ഞതാണ്. നമ്മളെ അലങ്കരിക്കണ്ട, നമ്മളെ അലങ്കരിക്കണം. എന്തുകൊണ്ട് അലങ്കരിക്കണം? ആത്മഫലങ്ങളാലും വരങ്ങളാലും ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ അലങ്കരിക്കണം, സൗന്ദര്യ പൂർണ്ണതയുള്ളതായി നിൽക്കണം. അല്ലയോ കുമാരി, കേൾക്കുക, ചെവിചായിക്കുക. നിൻ്റെ സ്വന്തം ജനത്തെയും സ്മൃതിഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തിൽ ആഗ്രഹിക്കും. ഹല്ലേലൂയ. 45-ാം സങ്കീർത്തനം നിങ്ങൾ വായിച്ച് പഠിച്ചു. ഞാനത് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. സകല ജഡവും പുല്ലുപോലെ, അതിൻ്റെ ഭംഗിയെല്ലാം പൂ പോലെ. പുല്ലുവാടി പൂ തീർന്നു പോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ദൈവവചനം അനുസരിച്ച് ജീവിക്കാം, ആത്മീക സൗന്ദര്യമുള്ളവരായി ജീവിക്കാം. സൗന്ദര്യ സമ്പന്നനായ കർത്താവ്, ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായ കർത്താവ് തൻ്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ കന്യക ആത്മീക ഫലങ്ങളാലും വരങ്ങളാലും നിറയപ്പെട്ട ആത്മീക സൗന്ദര്യ പൂർണ്ണതയുള്ള ഒരു കന്യകയായിട്ട് നിന്നാൽ കല്യാണം നടക്കും. ഇല്ലെങ്കിൽ വിചാരിച്ച പോലെ കാര്യമൊന്നും നടക്കത്തില്ല. സംഗതി പണിവാളും. എനിക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ പറയുന്നത് എനിക്കും കൂടി ചേർത്താണ് ഞാൻ പറയുന്നത്. 1 പത്രോസിൻ്റെ ലേഖനം പഠനം എന്തുകൊണ്ടും അനുഗ്രഹമായി. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.